റാഗിങ്ങിന് നടന്നതിന് ശേഷം നിങ്ങൾ പ്രതിവിധി ഉണ്ടാക്കാൻ പോവുകയല്ല. റാഗിങ് നടക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണം. അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോളേജുകൾ കാണണം എന്നാണ് പറഞ്ഞിരിക്കുക. ഈ റാഗിങ്ങിൻ്റെ മഹാവിപത്തിനെതിരെ പോരുമ്പോൾ അതിന് പലപ്പോഴും കാരണഭൂതമാകുന്ന മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗങ്ങളെ നിങ്ങൾ മറക്കരുത്. നാം ഒരു തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അതൊരു ക്രിമിനൽ കുറ്റമാണ്. റാഗിങ്ങിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമല്ലാതാകുമോ? നിയമപ്രകാരം റാഗിങ്ങിന് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് 2 വർഷക്കാലത്തോളമുള്ള തടവ് ശിക്ഷയ്ക്ക് അർഹനാണ്. ഒപ്പം 10,000 രൂപ പിഴയ്ക്കും. ലീഗൽ പാത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വേദനിപ്പിക്കുന്ന ചില വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞത്. കേരളത്തിലെ ഒരു കലാലയത്തിൽ റാഗിംഗ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി വളരെ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നാം എല്ലാം കാണുകയുണ്ടായി. റാഗിംഗ് നല്ലതാണെന്ന് പറയുന്ന ഒരു പറ്റം ആൾക്കാർ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതും കണ്ടു. ഇങ്ങനെയല്ല റാഗിങ്, അങ്ങനെയാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള റാഗിങ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഈ റാഗിങ് പ്രശ്നമാണെന്ന് പറയുന്നവരെയും കണ്ടു. റാഗിങ് ഏത് തരത്തിലാണേലും നല്ലതാണോ ചീത്തയാണോ, അതാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നത്തെ വിദ്യാർത്ഥി എന്ന് പറയുന്നത് നാളത്തെ ഭാവിയാണ്. കോത്താരി കമ്മീഷൻ 1973 തൻ്റെ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ വാചകമായി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ഭാരതത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത് അവിടുത്തെ ക്ലാസ് മുറികളിലാണ്. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം. അതെ, ക്ലാസ് റൂമുകളിൽ എന്താണ് നടക്കുന്നത് എന്നത് നാളെപ്പറ്റി അറിയുവാൻ ആവശ്യമാണ്. കോമ്പസ് കൊണ്ട് കുത്തി ദേഹത്ത് ലോഷൻ ഒഴിക്കുന്നതാണ് ഒരു ക്ലാസ് മുറിയിൽ നടക്കുന്നതെങ്കിൽ നാളെ ക്രിമിനലുകളാണ് വളർന്നു വരുന്നത് എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ 1998 മുതൽ റാഗിംഗ് നിരോധന നിയമമുണ്ട്. റാഗിംഗ് നിരോധന നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, കളിയാക്കുന്നത്, മോശം വാക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ ജാള്യത തോന്നുവാനായിട്ട് കാരണമാകുന്നത്, ഭീതി ജനിപ്പിക്കുന്നത്, പേടിപ്പെടുത്തുന്നത്, അവർക്ക് സാധാരണഗതിയിൽ ചെയ്യുവാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്, ഇതെല്ലാം റാഗിങ്ങിൻ്റെ നിർവചനത്തിൽ വരുന്നതാണ്. കോളേജിനകത്ത് നടന്നാലും ശരി, പുറത്ത് നടന്നാലും ശരി, ഇത് റാഗിങ് തന്നെയാണ്. റാഗിങ്ങിൻ്റെ നിർവചനം ഇത്ര വിശാലമായിരിക്കുമ്പോഴാണ് ചിലരൊക്കെ ഈ ഫേസ്ബുക്ക് കമൻറ്റിലൊക്കെ വന്ന് പറയുക, അങ്ങനെ ചെയ്താൽ റാഗിങ് നല്ലതാണ്, ഇങ്ങനെ ചെയ്താലേ പ്രശ്നമുള്ളതെന്ന്. നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു ക്രിമിനലാകുവാനായിട്ടല്ല നാം പഠിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നാം ഒരു തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അതൊരു ക്രിമിനൽ കുറ്റമാണ്. റാഗിങ്ങിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമല്ലാതാകുമോ? ഇല്ല എന്ന് തിരിച്ചറിയുക. എന്തിനോ ഏതിനോ വേണ്ടി രാഷ്ട്രീയ സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ ഒക്കെ ഒരു പരിധിവരെയൊക്കെ റാഗിങ്ങിനെ പരസ്യമായി എതിർക്കുകയും എന്നാൽ അടിയിലൂടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട്. നാം അറിയുന്നോ അറിയാതെയോ ക്രിമിനൽ ആക്ടിവിറ്റികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. നിയമപ്രകാരം റാഗിങ്ങിന് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് 2 വർഷക്കാലത്തോളമുള്ള തടവ് ശിക്ഷയ്ക്ക് അർഹനാണ്. ഒപ്പം 10,000 രൂപ പിഴയ്ക്കും. അത് മാത്രമല്ല, ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സസ്പെൻഷനാകുന്ന ഒരവസ്ഥ. 2009 UGC ഭേദഗതികൾ അല്ലെങ്കിൽ UGCയുടെ നിയമപ്രകാരം അവർക്കുള്ള ഗൈഡ് ലൈൻ, റാഗിംഗ് വിരുദ്ധ ഗൈഡ് ലൈൻസ് പ്രകാരം അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ആ കോളേജിൽ നിന്ന് മാറ്റുകയും അതോടൊപ്പം തന്നെ മറ്റു കോളേജുകളിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുകയും 2.5 ലക്ഷം രൂപ വരെ പിഴയുമാണ് അനുവദിക്കുക. ഇനി റാഗിങ്ങിന് വിധിച്ച ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയുടെ ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലോ അവർക്ക് 3 വർഷം വരെ ഡീബാറാണ് ഉണ്ടാവുക. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, റാഗിങ് എന്ന കുറ്റകൃത്യത്തിന് ആരും കൂട്ടുനിൽക്കരുത്. ഇനി ഏതെങ്കിലും അധ്യാപകരാണ് ഈ റാഗിങ്ങിന് കൂട്ടുനിൽക്കുന്നതെങ്കിൽ ഓർക്കുക,
റാഗിങ്ങിനെ പറ്റിയുള്ള ഒരു പരാതി വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നോ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നോ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നോ ഒരു അധ്യാപകനോ പ്രധാന അധ്യാപകനോ ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ അതിനുള്ള നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ അധ്യാപകനും റാഗിംഗ് എന്ന കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു എന്നാണ് നിയമം പറയുക. ഒരു റാഗിംഗ് ചെയ്ത വിദ്യാർത്ഥിക്ക് എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് ആ ശിക്ഷയ്ക്ക് ആ പ്രഥമ അധ്യാപകനും അർഹനാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് റാഗിങ് മറച്ചു വെക്കുവാൻ സ്കൂൾ അധികാരികളോ കോളേജ് അധികാരികളോ കൂട്ടുനിൽക്കരുത് എന്നും കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ കോളേജുകൾ റാഗിങ്ങിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുവാൻ വേണ്ടി പ്രത്യേക സമിതികൾ ഉണ്ടാക്കുവാറുണ്ട്. അത് UGCയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്യുന്നതാണ്. അത് തുടർന്നു വരുവാനായിട്ട് നിങ്ങൾക്കാകണം. ശക്തമായ നടപടികൾ മാത്രമാണ് റാഗിങ്ങിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള ഏക മാർഗം. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇതിന് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അത് അറിയുക, ഒരു കുറ്റകൃത്യത്തിന് നാം കൂട്ടുനിൽക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിശ്വജാഗൃതി മിഷൻ വേഴ്സസ് സെൻട്രൽ ഗവൺമെൻറ് എന്ന കേസിൽ പറഞ്ഞിരിക്കുക, റാഗിങ്ങിന് നടന്നതിന് ശേഷം നിങ്ങൾ പ്രതിവിധി ഉണ്ടാക്കാൻ പോവുകയല്ല, റാഗിങ് നടക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണം, അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോളേജുകൾ കാണണം എന്നാണ് പറഞ്ഞിരിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ റാഗിങ് മൂലം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടവരും മാനസികമായി ആത്മഹത്യ ചെയ്യപ്പെട്ടവരും ഏറെയാണ്. അതുകൊണ്ട് തന്നെ റാഗിങ് ഒരു ദുരന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കുള്ള ഒരു മാർഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഇല്ലാതാക്കുവാൻ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ റാഗിങ്ങിനെതിരെ ഉള്ള ടോൾ ഫ്രീ നമ്പറുകളും ഉണ്ട് എന്ന് തിരിച്ചറിയുക. അതിൽ ഇത് ആരെങ്കിലും ഇല്ലെങ്കിൽ അത് അനുസരിച്ച് അവിടെ പരാതി കൊടുക്കുവാനും അത് വിളിച്ചു പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ടോൾ ഫ്രീ നമ്പർ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. 1800-180-5522. നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടിയാൽ മാത്രമേ ഉള്ളൂ റാഗിംഗ് എന്ന ഈ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ ക്യാമ്പസുകളെ രക്ഷിക്കുവാനാവുള്ളൂ. ഈ റാഗിങ്ങിൻ്റെ മഹാവിപത്തിനെതിരെ പോരുമ്പോൾ അതിന് പലപ്പോഴും കാരണഭൂതമാകുന്ന മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗങ്ങളെ നിങ്ങൾ മറക്കരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ റാഗിംഗ് കേസിൽ പോലും, കേരളം ചെയ്യപ്പെട്ട റാഗിംഗ് കേസിൽ പറഞ്ഞിരുന്നത് ആഴ്ചയിൽ 800 രൂപയുടെ ഹഫ്തയാണ് റാഗിംഗ് ചെയ്തവർ ഈടാക്കിക്കൊണ്ടിരുന്നതെന്നാണ് പറയുക. എന്തിനായിരിക്കും 800 രൂപ? ഭക്ഷണം കഴിക്കുവാനാണെന്ന് ഞാൻ കരുതുന്നില്ല. തെളിവില്ലാത്തടത്തോളം കാലം അവർ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ 800 രൂപ നിർബന്ധിച്ച ജൂനിയർ പിള്ളേരുടെ പിരിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു കാര്യങ്ങൾക്കാകാം, ഒരുപക്ഷെ ലഹരിക്ക് വേണ്ടിയിട്ടുമാകാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രക്ഷിതാക്കൾ ജാഗ്രതയോടെ ആയിരിക്കുക, അധ്യാപകർ ജാഗ്രതയോടെ ആയിരിക്കുക. നമ്മുടെ തലമുറയെ ക്രിമിനൽ ആക്ടിവിസത്തിലേക്ക് തിരിച്ചുവിടാതിരിക്കേണ്ടതുണ്ട്. എന്തിൻ്റെ പേരിലാണെങ്കിലും റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റകൃത്യം തന്നെയാണ്.